എല്ലാവർക്കും നമസ്കാരം. കേരള ടേസ്റ്റി ഫുഡിലേക്ക് സ്വാഗതം. ഇന്ന് ഈ അരിപ്പൂഞ്ച് കൊണ്ട് നമുക്ക് തേങ്ങ വറുത്തൊരു ചമ്മന്തിപ്പൊടി ശരിയാക്കാം. അതിന് അരിപ്പൂഞ്ച് ഞാനൊരു 3-4 വെള്ളത്തിൽ കഴുകി വെള്ളം തോരാൻ വെച്ചിരുന്നതാണ്. ഇനി നമുക്കിതൊന്ന് വറുത്ത് കോരിയെടുക്കാം. ഒരു ഫ്രൈ പാന് വെച്ച് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായി നമുക്ക് ആദ്യത്തെ കരിവേപ്പില ഇടാം. കൊഞ്ച് അതിൻ്റെ കൂടെ ഇടാം. കൊഞ്ച് മൊത്തം വറുത്തെടുത്ത് ഇനി തേങ്ങ മൂപ്പിച്ചെടുക്കാം. ഇനി കൊഞ്ച് വറുത്ത തവയിലോട്ട് തന്നെ നമുക്ക് തേങ്ങ ഇടാം. ഒരു തേങ്ങയുണ്ട് ഇത്. ഇനി ഇതിൻ്റെ കൂടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർക്കാം. ഈ തേങ്ങയുടെ കൂടെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞത് ചേർക്കാം. എന്നിട്ട് കുറച്ച് കരിവേപ്പിലയും ചേർക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് പുളിയും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് ഇളക്കി കൊഞ്ചും ഇതിൻ്റെ മസാല എല്ലാം കൂടെ ചേർത്ത് എടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ വാളംപുളിയും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് ഇനി ഇതിൻ്റെ മസാലകളെല്ലാം കൂടെ ചേർക്കാം. തേങ്ങ മൂത്ത് വന്ന് ഇനി മസാലയെല്ലാം കൂടെ ചേർക്കാം. ഇപ്പോൾ മുളക് പൊടി ഇടുന്നുണ്ട്. പിന്നെ കുരുമുളക് പൊടിയും ചേർക്കാം. ഒരു 3/4 സ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നു. കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മസാല മുളക് പൊടി ഇതൊന്ന് ചൂടായതിനു ശേഷം നമുക്ക് കൊഞ്ചും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് ഇളക്കിയെടുക്കാം. ചൂട പോയതിന് ശേഷം മിക്സിയിലിട്ട് ഒന്ന് അങ്ങ് പൊടിക്കുന്നില്ല, ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തിഞ്ഞെടുക്കത്തേ ഉള്ളൂ. ഇതിൻ്റെ കൂടെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർക്കാം. ഉപ്പ് ഇച്ചിരി മുന്നിന്നോട്ട്, അന്നേരം പെട്ടെന്ന് ചപ്പാകത്തുമില്ല. അടുത്ത് വെച്ച കൊഞ്ച് കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ ചേർക്കാം. കൊഞ്ചും തേങ്ങയും മസാല എല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്തെടുത്ത് ഇനി ഇത് നാറിയതിന് ശേഷം മിക്സിയിലിട്ടൊന്ന് ചെറുതായിട്ട് ചതച്ചെടുക്കാം. നമ്മൾ വറുത്ത് വെച്ച തേങ്ങയും ഉണക്ക കൊഞ്ചൂടെ ഒന്ന് പൊടിച്ചില്ല, ചെറുതായിട്ടൊന്ന് തരി പോലെ ആക്കി എടുത്ത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കരുതേ.